നമ്മളുടെ കുട്ടികൾ കൊറോണയോടുകൂടി സോഷ്യലി ഡിസ്കണക്റ്റഡ് ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയാൽ അറിയാം, അഫാൻ 23 വയസ്സ് ഉള്ള അഫാൻ 2020 മാർച്ചിൽ അവൻ്റെ വയസ്സെന്ന് പറയുന്നത് 5 വർഷങ്ങൾക്ക് ബാക്കിലോട്ടായിരിക്കുമല്ലോ. എന്ന് പറയുമ്പോൾ ഒരു 17-18 വയസ്സുള്ള അഫാൻ ആ സമയം തൊട്ട് തൻ്റെ കൊറോണയ്ക്കുള്ളിലായിരിക്കും. മിക്കവാറും അവൻ്റെ ഉപ്പായ്ക്ക് ഈ ഒരു സാമ്പത്തിക പരാധീനതകൾ ഉണ്ടാകുന്നത് ഈ കൊറോണയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിരിക്കാം. അപ്പോൾ ആ കാലഘട്ടം തൊട്ട് തന്നെ ഇന്നേക്ക് വരെ അഫാൻ സോഷ്യലി ഡിസ്കണക്റ്റഡ് ആയിരിക്കില്ലേ? അപ്പോൾ സോഷ്യലി ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, സാധാരണ കുട്ടികൾക്ക് തന്നെ കൂടുതലായും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ബിഹേവിയറൽ വയലൻസ്. ഇത് കൃത്യമായ പാരൻറ്റിങ് കൊടുത്ത് കണ്ടെത്തേണ്ട സ്ഥലങ്ങളിൽ, തിരിച്ചറിയേണ്ട സ്ഥലങ്ങളിൽ തിരിച്ചറിയപ്പെടുത്തി അതിന് ഇടപെടലുകൾ, ഇൻ്റർവെൻഷൻ നടത്താതെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അപകടകരമായ സ്വഭാവ വൈകല്യങ്ങളിലേക്ക് പോകുന്നത്. ഇതൊരു മാനസിക വൈകല്യമാണെന്ന് പറയാൻ കഴിയില്ല, അതിനുള്ള അറിവൊന്നും എനിക്കില്ല. പക്ഷേ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കൃത്യമായ ഇഗ്നറൻസ്, അതായത് അവഗണനകൾ, നിരന്തരമായ അവഗണനകളിലൂടെ, പിയർ പ്രഷറിലൂടെ, നിരന്തരമായ ആർഭാട ജീവിതങ്ങളിലൂടെ ഒക്കെ കുട്ടികൾക്ക് കിട്ടുന്ന ചൈൽഡ്ഹുഡ് ബിഹേവിയറിൻ്റെ ഒരു ഡിസേബിൾഡ് അല്ലെങ്കിൽ ഒരു ഹാൻഡിക്യാപ്ഡ് ബിഹേവിയർ മോഡുലേഷൻ കൂടെയാണ് സീരിയൽ കില്ലിങ്ങിലേക്ക് നമ്മളുടെ ജനതയെ എത്തിക്കുന്നത്. ഒരു സീരിയൽ കില്ലർ അല്ലെങ്കിൽ സോഡിയാക് കില്ലർ ഒരു ഇരയെ തിരഞ്ഞെടുക്കുന്നത് 3 പ്രധാനപ്പെട്ട കാരണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. 1 അവൈലബിലിറ്റിയാണ്, 2 വൾണറബിലിറ്റിയാണ്, 3 ഡിസയറബിലിറ്റിയാണ്. ഇവിടെ നമുക്ക് അവൈലബിലിറ്റിയെക്കുറിച്ചൊന്ന് നോക്കാം. അവൈലബിളായ, കൃത്യമായ തനിക്കെത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കായിരിക്കും സീരിയൽ കില്ലർ തൻ്റെ ഇരയെ തിരഞ്ഞെടുക്കുന്നത്. ആ ഇരയെ അവൈലബിലിറ്റി തിരഞ്ഞെടുക്കുന്നതിനകം രണ്ടാമത് വൾണറബിലിറ്റി ഉണ്ടാവും. വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഇര എത്രത്തോളം മാനസികമായി ഉപദ്രവിച്ചിട്ടുണ്ടാകും, എത്രത്തോളം തന്നെ കളിയാക്കിയിട്ടുണ്ടാവും, മാറ്റി നിർത്തിയിട്ടുണ്ടാവും എന്ന വൾണറബിലിറ്റിയെ ആശ്രയിച്ചിട്ടാണ് ഇരയെ തിരഞ്ഞെടുക്കുന്നത്. അഫാൻ ഇവിടെ തൻ്റെ ഉമ്മയെയാണ് ആദ്യം തിരഞ്ഞെടുത്തത്. നമ്മളുടെ പ്രബുദ്ധ കേരളത്തിലെ കുറച്ചു പേരെങ്കിലും പറഞ്ഞത് അത്രയ്ക്ക് ക്രൂരനാണോ അവനെന്നാണ് ചിന്തിച്ചത്. ഞാനിതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല, അതിനുള്ള അർഹതയോ കഴിവോ ഒന്നും എനിക്കില്ല. പക്ഷേ സീരിയൽ കില്ലിങ്ങിൻ്റെ ബിഹേവിയർ മോഡുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ഉമ്മയെ സ്വന്തം വീട്ടിൽ ആദ്യം കഴുത്തു ഞെരിച്ച് ഒരു വീട്ടിനുള്ളിൽ കൊന്നു എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് തലയ്ക്കടിച്ച് ഉറപ്പാക്കിയിട്ട് അവൻ പോയി അമ്മമ്മയുടെ വീട്ടിലേക്ക് വന്നു. അവിടെ കൃത്യം നടത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മ കഴുത്ത് പൊക്കി എഴുന്നേറ്റ് നോക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചിട്ട് വീണ്ടും കൊന്നു എന്ന് ഉറപ്പാക്കുന്നത്. എന്നിട്ടാണ് പുറത്തേക്ക് വരാതെ കതക് പൂട്ടുന്നത്. അതായത് തൻ്റെ വൾണറബിലിറ്റിയുടെ അതീവ ഗുരുതരമായ ആളായിട്ട് അഫാൻ തിരഞ്ഞെടുത്തത് അവൻ്റെ ഉമ്മയെയാണ്. അങ്ങനെയാണെങ്കിൽ കൂട്ടി വായിക്കേണ്ടതല്ലേ? അവൻ്റെ വൾണറബിലിറ്റിയിൽ അവൻ പലവട്ടം പൈസ കടം വാങ്ങുന്നു. പാവം ഉമ്മയ്ക്കും കുറ്റം പറയാൻ കഴിയില്ല. ഇവിടെ തിരഞ്ഞെടുത്തതാണ് ആ ഉമ്മയെ ഏറെ കുറ്റപ്പെടുത്തുന്ന അവൻ്റെ വാപ്പയുടെ ഉമ്മയെയാണ് രണ്ടാമത് അവൻ കൊന്നിരിക്കുന്നത്. അപ്പോൾ അവനോട് ഉമ്മ ഏറെ വിഷമിക്കുന്ന, ഉമ്മയേറെ കുറ്റപ്പെടുത്തുന്ന, തന്നെ ഏറെ കുറ്റപ്പെടുത്തുന്ന, തനിക്ക് ഒട്ടും സഹായം നൽകാത്ത, നമ്മൾ എന്താ ചിന്തിച്ചത്? ഒരു 95 വയസ്സുള്ള ഒരു അമ്മയെ പോലും അവൻ വെറുതെ വിട്ടില്ലല്ലോ, അവർ സ്പിരിച്വലി വളരെ മാതൃകാപരമായി ജീവിക്കുന്നവരാണല്ലോ എന്ന് പറയുമ്പോഴും ആത്മീയതയുടെ ഡെഫിനിഷൻ നമ്മൾ അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു ജനറേഷൻ ഗ്യാപ്പ് അവിടെ ഉമ്മയ്ക്കും ഈ മകനും തമ്മിൽ ഉണ്ടായിരിക്കില്ലേ? നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാകുന്നതും ഇത് തന്നെയല്ലേ? അവൻ്റെ ഏറ്റവും അധികം തഴയപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിൽ ഒരു ഡിഗ്രി പോലും കംപ്ലീറ്റ് പൂർത്തീകരിക്കാൻ കഴിയാത്ത, തൻ്റെ പെൺസുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് പോലും ഒരുപാട് തവണകളായി അവൾ ട്യൂഷൻ എടുക്കുന്ന കാശ് പോലും മേടിക്കേണ്ടി വരുന്ന, സമൂഹത്തിൽ പല സ്ഥലത്തു നിന്നും കാശ് മേടിക്കേണ്ടി വരുന്ന, പല രീതികളിലും ബാപ്പായുടെയും തൻ്റെയും കുടുംബത്തിൻ്റെയും കടങ്ങൾ ഏറ്റവും ഒടുവിൽ അഫാൻ ചെയ്തത് തൻ്റെ മുത്തശ്ശിയിൽ നിന്നും അമ്മുമ്മയിൽ നിന്നും അടിച്ചെടുത്ത ക്രൂരമായ കൃത്യത്തിന് ശേഷം എടുത്ത മാല വെഞ്ഞാറമൂട് ഒരു ജ്വല്ലറിയിൽ വിറ്റതിന് ശേഷം അതിൽ 45,000 രൂപ അഫാൻ ചെയ്തത് കടം വീടുകയാണ് ചെയ്തത്. അഫാൻ മറ്റൊന്നുമല്ല ചെയ്തത്, കടം വീടുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അഫാൻ ഇതിലേക്ക് നയിച്ചിട്ടുള്ളത്, ഈ സീരിയൽ കില്ലിങ്ങിലേക്ക് അഫാനെ നയിച്ചിട്ടുള്ള വൾണറബിലിറ്റിയുടെ ഒരു ഭാഗം അവൻ അറിഞ്ഞും അറിയാതെയും അവൻ്റെ വീട്ടുകാരും നാട്ടുകാരും സമൂഹവും ഒക്കെ അവൻ്റെ തലയിലേക്ക് കൊടുത്തൊരു കൂട്ടുത്തരവാദിത്വം കൂടെ തന്നെയല്ലേ?
തികച്ചും ഞാൻ പറയുന്നു, ഞാൻ അഫാനെ ന്യായീകരിക്കുന്നതല്ല. നമ്മളൊരു കാര്യത്തെ ചിന്തിക്കുന്ന തലത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളെ ഞാനൊന്ന് ചിന്തിച്ചത് നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ വൾണറബിലിറ്റിയിൽ രണ്ടാമത് തിരഞ്ഞെടുത്ത തൻ്റെ ഉമ്മയുടെ ബാപ്പ, മൂന്നാമതവൻ തിരഞ്ഞെടുത്തത് തൻ്റെ അച്ഛൻ്റെ സഹോദരനാണ്. നിരന്തരമായി സാമ്പത്തിക സ്രോതസ്സുണ്ടായിരുന്ന റിട്ടയർഡ് ആർമി ഓഫീസർ, സമൂഹത്തിൽ എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന മത, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ എന്ത് കാര്യത്തിനും കടം വാങ്ങുന്ന കാര്യത്തിൽ തൻ്റെ ഉമ്മയെ ഏറെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും തന്നെ കുറ്റം പറയുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ വലിയച്ഛനെയാണ് സീരിയൽ കില്ലിങ്ങിൻ്റെ വൾണറബിലിറ്റി നമ്പർ 3 ആയി തിരഞ്ഞെടുത്തത്. എന്നാൽ തൻ്റെ വലിയമ്മയെ കൊല്ലണമെന്ന് തനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് ചെയ്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം താൻ ചെയ്ത ക്രൂരകൃത്യം അവർ കണ്ടത് പുറം ലോകം അറിയിക്കും എന്നുള്ളത് കൊണ്ടാണ് എന്ന് ആ ഒരു ബിഹേവിയർ മോഡുലേഷനിൽ ആ കുട്ടി അല്ലെങ്കിൽ ആ അഫിൻ എന്ന കൊലപാതകി അത് മനസ്സിലാക്കിയതും വൾണറബിലിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോഴും നമ്മളെല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് തൻ്റെ പെൺ സുഹൃത്ത് എന്നത്. താൻ കൊന്ന എല്ലാവരെയും കുറിച്ചിട്ടും കൃത്യമായി തൻ്റെ പെൺ സുഹൃത്തിനോട് പറയുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് അവിടെയും കുറ്റപ്പെടുത്തലുണ്ടായപ്പോൾ മൂന്നാമതും ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് വൾണറബിലിറ്റിയുടെ ഏറ്റവും അവസാനമായിരുന്നു തൻ്റെ പെൺ സുഹൃത്തും. അത് കഴിഞ്ഞിട്ടായിരുന്നു മനസ്സിലാക്കിയത് തൻ്റെ പ്രിയപ്പെട്ടവനായ അവസാനം ഭക്ഷണം ഈ പൈസ കയ്യിൽ നിന്ന് എടുത്ത് വിറ്റ് അതിൽ നിന്നും തൻ്റെ കൂടപ്പിറപ്പിന് ഭക്ഷണം വാങ്ങി കൊടുത്ത അഫാന് നമ്മൾ കണ്ടതാണ്. ഇതും സീരിയൽ കില്ലിങ്ങിൻ്റെ വൾണറബിലിറ്റിയുടെ ഏറ്റവും എൻഡിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, മാധ്യമങ്ങൾ വാർത്തകൾ കൊണ്ടുവന്നപ്പോൾ എപ്പോഴും നമുക്ക് അഫാനെ കാണുന്നത് അഫ്സാൻ്റെ കൂടെയാണ് എന്നതാണ് വാർത്തയിൽ വരുന്നത്. അഫ്സാൻ്റെ കൂടെയല്ല നമ്മൾ കണ്ടിട്ടില്ല. പള്ളിയിലേക്ക് പോകുമ്പോഴും മാർക്കറ്റിലേക്ക് പോകുമ്പോഴും ഉമ്മാനെ കൊണ്ടുപോകുമ്പോഴും ഒക്കെ രണ്ട് കൂടപ്പിറപ്പുകളും ഒരുമിച്ചിട്ടാണ് എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ സീരിയൽ കില്ലിങ്ങിൻ്റെ വൾണറബിലിറ്റിയിൽ ഏറ്റവും അവസാനം അവൻ ഉപദ്രവിച്ചത് തൻ്റെ കൂടപ്പിറപ്പിനെയാണ്, അതും ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട്. സോ പ്രിയപ്പെട്ട മാധ്യമങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇതൊരു സീരിയൽ കില്ലിംഗ് പ്രോസസ്സാണ്. അതിൻ്റെ വൾണറബിലിറ്റിയുടെ ഭാഗം നിങ്ങൾ തിരഞ്ഞാൽ അറിയാം, അഫാനെ അതിലേക്ക് എത്തിച്ചതിൽ സമൂഹത്തിന് നല്ലൊരു പങ്ക് കൃത്യമായിട്ടുണ്ട്. ഈ പറയുന്ന പ്രചോദനങ്ങൾ ഉൾക്കൊണ്ട് സംസാരിക്കുന്ന, വായനയുടെ അടിസ്ഥാനത്തിൽ ഉൾക്കൊണ്ട് സംസാരിക്കുന്ന എനിക്ക് പോലും ഉണ്ടെന്ന് ഞാൻ ഉത്തരവാദിത്വത്തോടു കൂടി പറയും. മൂന്നാമത്തേതായി നമ്മൾ പറഞ്ഞത് ഡിസൈറബിലിറ്റിയാണ്. ഒരു സീരിയൽ കില്ലർ ഡിസൈറബിലിറ്റി ഫിക്സ് ചെയ്യുന്നത് മോട്ടിവേഷൻ്റെ ബേസിസിലാണ്. അതായത് ആദ്യം ആരെ കൊല്ലണം. കൂൾ ഓഫ് ടൈം പോലും ഇവിടെ അഫാൻ എടുത്തിരിക്കുന്നത് നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടതും കേട്ടതും വിചാരണകൾ നടത്തിയതും എത്ര ക്രൂരനാണ്. ഒരു അമ്മമ്മയെ കൊന്നതിന് ശേഷം ആ കാശെടുത്ത് മദ്യം വാങ്ങി കഴിക്കുന്നു. അതിനുശേഷം ദാറ്റ് ഈസ് എൻ ഇമോഷണൽ കൂളിംഗ് ഓഫ് ടൈം ആണ് അടുത്തയാളെ കൊല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും മദ്യപിക്കുന്നു. ഏറ്റവും ഒടുവിൽ എലിവിഷം കഴിക്കുന്നു. അത് മദ്യത്തിലൂടെയാണോ കുഴിമന്തിയിലൂടെയാണോ എന്നതാണ് പുതിയ ആളുകളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ഡോക്ടർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഡിസൈറബിലിറ്റി എന്ന് പറയുന്ന മോട്ടിവേഷൻ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾക്കറിയാം, തൻ്റെ അമ്മ, അമ്മുമ്മ, ദെൻ തൻ്റെ വലിയച്ഛൻ, വലിയമ്മ, 4 പേര്. അത് കഴിഞ്ഞാൽ തൻ്റെ പെൺ സുഹൃത്ത്, അത് കഴിഞ്ഞ് തൻ്റെ കുഞ്ഞനുജൻ, ഏറ്റവും ഒടുവിൽ താൻ. ഇതിൽ സീരിയൽ കില്ലർ ഒരിക്കലും സ്വന്തമായി വിഷം കഴിക്കില്ല എന്നത് മാത്രമാണ് ഇവിടെ ഈ ഒരു FBI ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൻ്റെ അനാലിസിസ്, ബിഹേവിയറൽ അനാലിസിസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നൊരു മേഖല സീരിയൽ കില്ലേഴ്സിനെ കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതിൽ ഒരു കാര്യം അത് മാത്രമാണ്, മനസ്സിലാകാതെ പോയതൊരു കാര്യം. അതായത് അവർ മരിക്കാനായി ഒന്നും ചെയ്യില്ല. ഇങ്ങനൊരു പരിതസ്ഥിതിയിൽ നമ്മൾ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്നവർ വൈകാരിക തലത്തിൽ അഫാൻ്റെ ഫാനുകളായി മാറി ഈ ഒരു സീരിയൽ കൂട്ടക്കൊല അല്ലെങ്കിൽ സോഡിയാക് മർഡർ സീരീസ് വിറ്റ് കാശാക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും ആളുകൾ ഉണ്ടാകും. കാരണം ഇതൊരു മാസ് സൈക്കോസിസ് ആയതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഇത് നമ്മൾ മീഡിയ ലിറ്ററസിയോടുകൂടി, അതും ഒരു വളരെ വ്യക്തമായും മീഡിയ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇതിനാവശ്യമാണ് എന്ന് ഈ ഒരു റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്.